നമസ്കാരം. മഹാലക്ഷ്മി ദേവിക്ക് ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു ദിവസമാണ് ഇന്ന് വെള്ളിയാഴ്ചയാകുന്നു. കൂടാതെ ഇന്ന് മുപ്പട്ട വെള്ളിയാണ് എന്ന പ്രത്യേകതയുമുണ്ട്. അതിനാൽ തന്നെ ഇന്നേ ദിവസം മഹാലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നവർക്ക് സർവ്വ ഐശ്വര്യങ്ങൾ തന്നെ വന്നു ചേരും. വീടുകളിൽ നെയ്വിളക്ക് തെളിയിച്ച് ഇന്നേ ദിവസം ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നതും ലക്ഷ്മി മന്ത്രങ്ങൾ ജപിക്കുന്നതും ലക്ഷ്മി ക്ഷേത്രത്തിലോ അഥവാ വിഷ്ണു ക്ഷേത്രത്തിലോ ദർശനം നടത്തുന്നതും സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. എന്നാൽ ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതായ ചില കാര്യങ്ങളെക്കുറിച്ച് ഈ തൊടുകുറിയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇവിടെ തന്നിരിക്കുന്നത് 2 മഹാലക്ഷ്മി ചിത്രങ്ങളാകുന്നു. 2 മഹാലക്ഷ്മി ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതായ ആ വിശേഷപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു മഹാലക്ഷ്മി ചിത്രം തിരഞ്ഞെടുക്കുക. ഏവരും തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. ഏവരും ഇന്നേ ദിവസം നടത്തുന്നതായ വിശേഷാൽ ലക്ഷ്മി പൂജയുടെ ഭാഗമാകുവാൻ ശ്രദ്ധിക്കുക. ഏവരും അമ്മയെ മനസ്സിൽ ധ്യാനിച്ച് അമ്മേ ശരണം എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ മഹാലക്ഷ്മി ചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഇന്നേ ദിവസം ചില ശുഭകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ആഗ്രഹിച്ച ചില കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യത വരും ദിവസങ്ങളിലുമുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നത് തീർച്ചയായും വിജയങ്ങൾ നിങ്ങൾക്ക് നൽകും എന്ന കാര്യവും ഓർക്കുക. കൂടാതെ കുടുംബത്തിൽ അഭിവൃദ്ധിക്ക് സഹായകരമായ ചില കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരാം. സൽസന്താന ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതായ സമയമാണ് ഇത്. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്മി കടാക്ഷത്താൽ സൽസന്താനത്തെ പ്രതീക്ഷിക്കുവാൻ സാധിക്കും. വിദേശ യാത്രകൾ, ദൂരദേശത്തേക്കുള്ള യാത്രകൾ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ജോലി സംബന്ധമായി അനിവാര്യമാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അത്തരത്തിലുള്ള യാത്രകൾ അനുകൂലമാകാം. അഥവാ വിദേശത്താണ് എങ്കിലും ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. ഏത് കാര്യം ചെയ്താലും അതിൽ ചില ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയുമുണ്ട്. എന്നാൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അബദ്ധം സംഭവിക്കുന്നതായ ചില കാര്യങ്ങളുണ്ട്. അതേക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതാണ് വിജയത്തിന്റെ അടിത്തറ എന്ന് ആദ്യം അറിയുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും. എന്നാൽ എടുത്തുചാടി എടുക്കുന്ന തീരുമാനങ്ങൾ അത് നിങ്ങൾക്ക് ദോഷമേ നൽകൂ, അല്ലെങ്കിൽ അത് ശുഭകരമായി ഭവിക്കണം എന്നില്ല. അതിനാൽ തന്നെ ഇപ്പോൾ എടുത്തുചാടി ഒരു കാര്യവും ചെയ്യാതിരിക്കുന്നതാണ് ശുഭകരം എന്ന കാര്യം ഓർക്കുക. ആദ്യം അതേക്കുറിച്ച് ചിന്തിച്ച് വ്യക്തമായതിനു ശേഷം മാത്രം അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതാണ് ശുഭകരം. ഏത് കാര്യവും വിശദമായി പഠിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. അത്തരത്തിൽ തീരുമാനിക്കുന്നതാണ് ഉത്തമം എന്ന ബോധ്യവും നിങ്ങളുടെ മനസ്സിലേക്ക് ലക്ഷ്മി കടാക്ഷത്താൽ വന്നു ചേരും എന്ന കാര്യവും ഓർക്കുക. പെട്ടെന്നുള്ള ഒരു മാറ്റത്തിന് ഇപ്പോൾ സമയം അനുകൂലം തന്നെയാകുന്നു. ജീവിതത്തിൽ ചില കാര്യങ്ങൾ അത്തരത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇന്നേ ദിവസം അതിന് തുടക്കം കുറിക്കുകയോ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ചില മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതുമാണ്. ശുഭവാർത്തകൾ പോലും തേടിയെത്തുവാനുള്ള സാധ്യതകൾ അഥവാ മനസ്സിന് സന്തോഷം പകരുന്നതായ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകൾ നിങ്ങളെ തേടിയെത്തും എന്ന കാര്യവും ഓർക്കുക. എന്നാൽ ഇപ്പോൾ ചില കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ മാറി നിൽക്കുകയാണ് എങ്കിൽ എടുത്തുചാടി എടുക്കുന്ന തീരുമാനങ്ങളാൽ നിങ്ങൾക്ക് വന്നു ചേരുന്ന നഷ്ടങ്ങളിൽ നിന്നും ഒഴിവാകുവാൻ സാധിക്കും. അതിനാൽ ചില കാര്യങ്ങളിൽ അത് ശരിയായ രീതിയിൽ ചിന്തിക്കാതെ എടുക്കുന്നതായ ചില കാര്യങ്ങളിൽ നിന്നും ഇപ്പോൾ തൽക്കാലം ഒഴിഞ്ഞു നിൽക്കുന്നതാണ് ശുഭകരം. കൂടാതെ ഈ സമയം നിങ്ങളെ ഓർത്ത് പലരും വിഷമിക്കുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാകാം. എന്നാൽ അതിൽ ചില പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ ആത്മാർത്ഥമായ ശ്രമങ്ങളിലൂടെ നിങ്ങൾക്ക് സാധിക്കും. അതിനും അനുകൂലമാണ് സമയം എന്ന കാര്യം ഓർക്കുക. ചില ഉപദേശങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അത് കൃത്യമായ ഉപദേശങ്ങൾ തന്നെയാകും. ആ ഉപദേശങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതിലൂടെ തീർച്ചയായും നിങ്ങൾക്ക് പല കാര്യങ്ങളും അനുകൂലമായി തീരും.
പല കാര്യങ്ങളെയും സ്വന്തമായി തന്നെ വിശകലനം ചെയ്ത് മുന്നോട്ടു പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരും എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ വന്ന് ഭവിക്കും എന്ന കാര്യവും ഓർക്കുക. കുടുംബവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ സ്വന്തമായി എടുക്കുന്ന തീരുമാനത്താൽ പരിഹരിക്കുവാൻ സാധിക്കുകയോ അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങളുമായി വന്നു ചേരേണ്ട ദോഷകരമായ ഫലങ്ങളെ ഒഴിവാക്കി മുന്നോട്ടു പോകുവാനും സാധിക്കും. ഇന്നേ ദിവസം സംസാരം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതല്ല എങ്കിൽ വന്നു ചേരേണ്ടതായ സൗഭാഗ്യങ്ങൾ പോലും നഷ്ടപ്പെട്ടു പോകുവാൻ കാരണമായി തീരും. ഇന്നേ ദിവസം അതിനാൽ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോവുക. പ്രതീക്ഷിക്കാത്തതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാവുകയോ അല്ലെങ്കിൽ ധനപരമായ നേട്ടങ്ങൾക്കോ ശുഭകരമായ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ സന്തോഷം പകരുന്ന കാര്യങ്ങളായോ മാറുകയും ചെയ്യാം. അതിനാൽ ഇന്നേ ദിവസം ദേവി കടാക്ഷത്താൽ ഇത്തരം കാര്യങ്ങൾ വരും ദിവസങ്ങളിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. രണ്ടാമത്തെ മഹാലക്ഷ്മി ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. പല കാര്യങ്ങൾക്കായി ഇറങ്ങുകയും അതിൽ തടസ്സങ്ങൾ വന്ന് ഭവിക്കുന്നതിനാൽ ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ട് എങ്കിൽ അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. തടസ്സങ്ങൾക്കുള്ള സാധ്യത നിങ്ങൾക്ക് കുറയ്ക്കുവാൻ സാധിക്കും. തന്മൂലം പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുവാൻ സാധ്യത കൂടുതലുള്ള ഒരു ദിവസമായി ഇന്നേ ദിവസത്തെ പരാമർശിക്കുവാൻ സാധിക്കും. അതിനാൽ ഇന്നേ ദിവസം തീർച്ചയായും ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള ചില സാധ്യതകൾ ഇന്നേ ദിവസം വന്ന് ചേരുന്നതാകുന്നു. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ പലവിധ ആഗ്രഹങ്ങൾ ഉണ്ടാകാം. അതിൽ ഒരെണ്ണമോ അല്ലെങ്കിൽ മനസ്സിന് സന്തോഷം പകരുന്നതായ ഒരു കാര്യമോ ചെയ്യുവാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ വന്ന് ചേരുകയോ ചെയ്യാം. അതിനാൽ അത്തരം കാര്യങ്ങൾക്കും ഇന്നേ ദിവസം അനുകൂലം തന്നെയാകുന്നു. ലക്ഷ്മി കടാക്ഷത്താൽ ഇത്തരം കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അടുത്തു നിൽക്കുന്ന വ്യക്തിയിൽ നിന്നും ശുഭകരമായ കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. സന്തോഷകരമായ നിമിഷങ്ങൾ പ്രതീക്ഷിക്കാം. എന്നാൽ പൂർണ്ണമായും ഒരു വ്യക്തിയെ വിശ്വസിക്കുന്നതിലൂടെ ചില കാര്യങ്ങളിൽ ചതി സംഭവിക്കാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. അതിനാൽ തന്നെ ഏതൊരു വ്യക്തിയെയും കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ മുന്നോട്ട് പോകുവാൻ പാടൂ എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇന്നേ ദിവസം ലക്ഷ്മി ദേവിയെ നിങ്ങൾ ആരാധിക്കുക. സന്ധ്യയ്ക്കാണ് എങ്കിലും ഇന്നേ ദിവസം ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നത് വരും ദിവസങ്ങളിലും ശുഭകരമായ ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് വന്നു ചേരുന്നതിന് സഹായകരമായി തീരും. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇന്നേ ദിവസം അനാവശ്യമായി ഇടപെടാൻ പാടില്ല എന്ന കാര്യവും ഓർക്കുക. അതല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരേണ്ട പല സന്തോഷകരമായ നിമിഷങ്ങളെയും തട്ടിത്തെറിപ്പിക്കുവാൻ ഇതിലൂടെ സാധിക്കുന്നതാണ്. അതിനാൽ തീർച്ചയായും നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ഇന്നേ ദിവസം ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് വ്യക്തത ലഭിക്കുന്നു എന്നതും മറ്റൊരു പ്രത്യേകതയായി തന്നെ പറയാം. പല കാര്യങ്ങളിലുമുള്ള അവ്യക്തത നീങ്ങുന്നതാണ്. ശരിയായ രീതിയിൽ ഇന്നേ ദിവസം പല തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കുകയും അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കുകയും ചെയ്യുന്നതാകുന്നു. ചില മാറ്റങ്ങൾ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ സാധിക്കുന്നതായ ദിവസം തന്നെയാകുന്നു. ഇന്നേ ദിവസം അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. വളരെ കാലമായി നടക്കാത്തതായ ചില കാര്യങ്ങൾ ഇന്നേ ദിവസം നടക്കുകയോ അല്ലെങ്കിൽ അനുകൂലമായ വാർത്തകൾ വന്ന് ചേരുകയോ ചെയ്യാം. ഇന്നേ ദിവസം അർഹിക്കുന്നതായ പരിഗണന അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പരിഗണന ലഭിക്കാനുള്ള സാധ്യതകൾ ഇന്നേ ദിവസം കൂടുതൽ തന്നെയാകുന്നു. മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് ഇന്നേ ദിവസം അനാവശ്യമായ തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. അതല്ല എങ്കിൽ നിങ്ങളിൽ വന്നു ചേരേണ്ടതായ സൗഭാഗ്യങ്ങൾ തട്ടിത്തെറിച്ച് പോകുന്നതിന് അത് കാരണമായി തീരും. കൂടാതെ ഇന്നേ ദിവസം ചില ഇടപെടലുകൾ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ നൽകും എന്ന കാര്യം ഓർക്കുക. ഇന്നേ ദിവസം കഠിനാധ്വാനം ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ നേട്ടങ്ങൾക്ക് കാരണമായി തീരും. പുതിയ അവസരങ്ങൾ അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. പല കാര്യങ്ങളിലും പ്രതീക്ഷിക്കാതെ തന്നെ വിജയങ്ങൾ നേടുവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു. മറ്റുള്ളവരെ പലപ്പോഴും അമിതമായി വിശ്വസിക്കുന്നു എന്നത്
നിങ്ങളുടെ ഭാഗത്തു നിന്നുമുള്ള തെറ്റാകുന്നു. മറ്റുള്ളവരെ വിശ്വസിക്കാതെ ഇന്നേ ദിവസം ചില കാര്യങ്ങൾ സ്വയം ചെയ്യുകയും അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുകയും ചെയ്യാം. മുന്നിട്ടിറങ്ങുകയാണ് എങ്കിൽ ആ കാര്യവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുക. എന്നാൽ വളരെയധികം ചിന്തിച്ചതിന് ശേഷം മാത്രമേ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ പാടൂ എന്ന കാര്യവും ഓർക്കുക. ഇന്നേ ദിവസം ലക്ഷ്മി കടാക്ഷത്താൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. അതല്ല, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശുഭകരമായ കാര്യങ്ങൾ ലക്ഷ്മി കടാക്ഷത്താൽ വന്ന് ഭവിക്കും. ഇന്നേ ദിവസം അമ്മയെ ആരാധിച്ച് മുന്നോട്ട് പോവുക.